അമീബ എല്ലായിടങ്ങളിലും ഉണ്ട്. ഈ പറയുന്നത് പോലെ ഒരു അഴുക്ക് പിടിച്ച കുളത്തിൽ മാത്രമൊന്നും അല്ല അമീബകളുള്ളത്. എല്ലാ നമ്മുടെ സോയിലുണ്ട്, നമ്മുടെ മണ്ണിലുണ്ട്, ചെളിയിലുണ്ട്, വാട്ടർ ടാങ്കുകളിൽ, അതുപോലെ വാട്ടർ പൈപ്പുകളിൽ, വാട്ടർ ടാപ്പുകളിൽ, വെള്ളം ഒഴുകുന്ന സിങ്കുകളിൽ, ഓടകളിൽ, എല്ലായിടത്തും പലതരത്തിലുള്ള അമീബകളുണ്ട്. തീർച്ചയായിട്ടും ഇത് പേടിക്കേണ്ട രോഗം തന്നെയാണ്. പബ്ലിഷ് ലിറ്ററേച്ചർ സേസ് ഇറ്റ്സ് 97% ഫേറ്റൽ. ഈവൻ നിപ്പയ്ക്ക് പോലും ഇത്രയും ഹൈ മോർട്ടാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തലച്ചോറ് എന്നുള്ളത് അതിന് വളരെ എളുപ്പം ഭക്ഷിക്കാനും ഡൈജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തുരന്നു വരുന്ന ആപ്പിളിനകത്ത് പുഴു തുരന്നു പോകുന്ന പോലെ ഇതിന് തുരന്നു പോകാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മൂക്കിനകത്തേക്ക് വെള്ളം അമിതമായ അളവിൽ കയറുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ അമീബ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെ തുരത്താൻ നമുക്ക് സാധിക്കില്ല. ഡോക്ടർ രാജീവ് ജയദേവനാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സാർ സ്വാഗതം. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗവ്യാപനം, അതല്ലെങ്കിൽ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന പേരിൽ കഴിഞ്ഞ 1-2 ദിവസമായി തുടരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ നിലവിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം 19 പേരാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്താണ് ഈ അസുഖം എന്നൊന്ന് പറയുന്നത്? ഈ അസുഖത്തിൻ്റെ പേര് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്നാണ്. നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധയ്ക്കാണ് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ മെനിങ്കോ എൻകെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത് പ്രധാനമായും ബാക്ടീരിയകളും വൈറസുകളുമാണ്. പിന്നെ മറ്റു ചില സൂക്ഷ്മജീവികളും ഇതുപോലെ മെനിങ്കോ എൻകെഫലൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മെനിങ്കോ എൻകെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന അപൂർവം ഒരു ജീവിയാണ് ഈ അമീബ എന്ന് പറയുന്നത്. അതായത് ഈ അമീബകൾ നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന 100 കണക്കിന് അമീബ സ്പീഷീസ് ഉണ്ട്. അതിൽ തന്നെ 3-4 എണ്ണമാണ് മനുഷ്യരിൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. അല്ലാതെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളത് ഒരു പുതിയ രോഗമൊന്നുമല്ല. മസ്തിഷ്ക ജ്വരം എക്കാലവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ബാക്ടീരിയയും വൈറസുകളുമായിരുന്നു. അതിൽ അപൂർവമായിട്ട് അമീബയും കാണപ്പെടുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 1971 കൽക്കട്ടയിൽ വെച്ചിട്ട് ചില ഡോക്ടർമാർ തീരുമാനിച്ചു നമുക്ക് നമ്മുടെ രാജ്യത്തും അമീബയുടെ മസ്തിഷ്ക ജ്വരം ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് അവരെ അന്വേഷിച്ചു. 22 കുട്ടികളിൽ മസ്തിഷ്ക ജ്വരവുമായി വന്ന 22 കുട്ടികളിൽ അന്വേഷിച്ചപ്പോൾ 2 പേർക്ക് അമീബ കൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ കാണും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഈ നിരീക്ഷണങ്ങളും ബോധവൽക്കരണങ്ങളും കൊണ്ട് ഈ അമീബയെ പറ്റിയുള്ള പ്രത്യേക അന്വേഷണം ഇങ്ങനെയുള്ള കേസുകളിൽ കൃത്യമായി തന്നെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, ഛർദി, അതുപോലെ തന്നെ പനി. ഈ 3 കാര്യങ്ങളാണ് പൊതുവെ മസ്തിഷ്ക ജ്വരം, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിങ്കോ എൻകെഫലൈറ്റിസ് എല്ലാത്തിൻ്റെയും ഒരേ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള രോഗലക്ഷണങ്ങളുമായി ഒരാൾ വരുമ്പോൾ രോഗിയുടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഈ പരിശോധനകൾ അമീബയുണ്ടോ എന്നും കൂടി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഈ മസ്തിഷ്ക ജ്വരത്തിൽ ചെറിയൊരു പങ്ക് അമീബ മൂലമാണെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇത് ആദ്യമായി കാണുന്നവർ വിചാരിക്കുന്നത് ഇത് പുതിയ എന്തോ ഒരു സംഗതി ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. നമ്മുടെ ഡയഗ്നോസ്റ്റിക് എബിലിറ്റി, രോഗനിർണയത്തിലുള്ള പ്രാവീണ്യവും ശുഷ്കാന്തിയുമാണ് ഇതിൽ നിഴലിച്ചു കാണുന്നത്. അല്ലാതെ ഒരു പുതുതായി വരുന്ന ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു പാളിച്ചയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ കാണുന്നത്. നമ്മൾ രൂപപ്പെട്ടതല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ അസുഖം ബാധിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന കേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും അത് നിരന്തരമായി കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. ഇപ്പോൾ ഇന്ത്യയുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 10,000-കണക്കിന് മസ്തിഷ്ക ജ്വരങ്ങളാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. പബ്ലിഷ് പേപ്പേഴ്സ് അനുസരിച്ച് ഇതിൽ 70% ഭൂരിപക്ഷവും ഏത് സൂക്ഷ്മജീവി കൊണ്ടാണ്, ഏത് രോഗാണു കൊണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ രാജ്യത്തുള്ള അവസ്ഥ. അതിന് ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. കാരണം എല്ലാ രോഗികൾക്കും എല്ലാ പരിശോധനകളും ഒക്കെ ചെയ്യാനും മറ്റും സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ ഈ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചികിത്സയിൽ വലിയ മാറ്റം വരുന്നില്ലെങ്കിൽ രോഗിക്ക് സാമ്പത്തിക ക്ഷതം ഉണ്ടാകാതിരിക്കാനായി ഡോക്ടർമാർ പറയും ചികിത്സ ഏതായാലും ഒരു രീതിയിലായതിനാൽ നമുക്ക് ടെസ്റ്റുകൾ ഇത്രയും മതി എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതൊക്കെ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ നമ്മളൊരു ഉട്ടോപ്പിയയിലാണ് ജീവിക്കുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും ഉത്തമമായിട്ട് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ പനിയായിട്ട് വരുന്ന എല്ലാ രോഗികൾക്കും എല്ലാ പരിശോധനകളൊക്കെ ചെയ്യുന്ന അതൊന്നും പ്രാക്ടിക്കൽ അല്ല, അത് ശരിയുമല്ല. അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും കേരളം ഈ ഒരു അമീബയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടെസ്റ്റുകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഓർഡറാണ്, അതായത് ഡോക്ടർമാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രോഗലക്ഷണങ്ങളുമായി ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് അത്യാവശ്യമുള്ള ടെസ്റ്റുകളാണ് സാധാരണ ഡോക്ടർമാർ ചെയ്യാറുള്ളത്. കാരണം എല്ലാവർക്കും എല്ലാ ടെസ്റ്റുകളും ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഈ വളരെ വികസിതമായിട്ടുള്ള വളരെ സമ്പന്ന രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള വലിയ ബാറ്ററി ഓഫ് ടെസ്റ്റുകളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അത് രോഗിക്ക് അത് സാമ്പത്തികമായിട്ട് താങ്ങാൻ സാധിക്കണമെന്നുമില്ല. മാത്രവുമല്ല, രോഗിയുടെ ചികിത്സയിൽ അത് മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന് വലിയ പ്രസക്തിയും ഞാൻ കാണുന്നില്ല. പേപ്പർ എഴുതി ഉണ്ടാക്കാമെന്നുള്ളത് ശരിയാണെങ്കിലും അത് എപ്പോഴും ഡോക്ടർമാർ പലപ്പോഴും പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ വൈറൽ എൻകെഫലൈറ്റിസ് ആണ് എന്നൊരു ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് വൈറസ് ആണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് എത്രത്തോളം നമ്മൾ അത് അന്വേഷിക്കണം എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ 2016 മുതൽ ഇവിടെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സംസ്ഥാനത്തുള്ള മസ്തിഷ്ക ജ്വരത്തിൽ തീർച്ചയായിട്ടും അമീബ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ പരിശോധനകൾ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള രോഗികൾക്ക് ഇപ്രകാരമുള്ള പരിശോധനകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കേസുകൾ ഡയഗ്നോസ് ചെയ്യപ്പെടും. പക്ഷെ അതിന്റെ അർത്ഥം ഇവ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ യെസ്, ഇറ്റ്സ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ദാറ്റ് മാറ്റേഴ്സ്. ഇപ്പോൾ നമുക്കിപ്പോൾ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകം അല്ലെങ്കിൽ തമിഴ്നാട്, മറ്റ് മഹാരാഷ്ട്ര, ഇവിടെ എല്ലാം അമീബിക് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും ഒരു രോഗി വന്ന് മറ്റ് രോഗങ്ങളൊന്നും ടെസ്റ്റുകളിലൊന്നും വ്യക്തമാകുന്നില്ല, ട്രീറ്റ്മെന്റ് സക്സീഡ് ചെയ്യുന്നില്ല, രോഗി വഷളാകുന്നു. അപ്പോൾ രണ്ടാമതൊരു അവലോകനത്തിനാകാം ചിലപ്പോൾ ഈ ഒരു അമീബയാണെന്ന് കണ്ടെത്തുക. പക്ഷെ കേരളത്തിലെ സിറ്റുവേഷൻ അങ്ങനെയല്ല. രോഗി വരുന്നു, ലക്ഷണങ്ങൾ പറയുന്നു, ഉദാഹരണത്തിന് ഒരു അടുത്തുള്ള ഒരു കുളത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ പതിവായിട്ട് പോകുന്ന വ്യക്തിയാണ്, ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യ ദിവസം തന്നെ പരിശോധന ചെയ്യുകയാണ്. ആ പരിശോധന എന്താണെന്ന് ഞാൻ വിവരിച്ചു തരാം. CSF എന്നൊരു ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ തലച്ചോറിനും സ്പൈനൽ കോഡിനും ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് നമ്മുടെ നടുവിൽ നിന്നും ഒരു സൂചി കൊണ്ട് കുത്തിയെടുത്തതിന് ശേഷം അത് പരിശോധിച്ചാൽ മസ്തിഷ്കത്തിലും മറ്റും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ്റെ സൂചന ഈ CSF-ൽ നിന്നും നമുക്ക് മനസ്സിലാവുമെങ്കിലും ഈ CSF-നെ വെറ്റ് മൗണ്ട് എന്ന് പറയുന്ന ഒരു പരിശോധനയുണ്ട്. വെറ്റ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡിൽ ഈ CSF-നെ നേരിട്ട് ഇട്ടതിന് ശേഷം വിദഗ്ധയായിട്ടുള്ള ഒരു ഡോക്ടർ ഈ സ്ലൈഡ് നേരിട്ട് മൈക്രോസ്കോപ്പിനടിയിലൂടെ നോക്കുക എന്നുള്ളതാണ് ഈ വെറ്റ് മൗണ്ട് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാം പ്രൊസീജിയർ അപ്പോൾ തന്നെ. അപ്പോൾ അമീബയെ നേരിട്ട് കാണാനുള്ള പരിശോധനയ്ക്കാണ് വെറ്റ് മൗണ്ട് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ നമ്മളൊന്നും ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാണ് ഇത് കൂടുതലും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇത് ഇത്രയും ശുഷ്കാന്തിയോടെ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കേസുകൾ കണ്ടെത്തും. പക്ഷെ അതിന്റെ അർത്ഥം പരിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രോഗത്തിന്റെ ഔട്ട്ബ്രേക്ക് ഒന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും അവർ ഇപ്രകാരമുള്ള പ്രോട്ടോക്കോളുകൾ നടപ്പാക്കുകയാണെങ്കിൽ, അതായത് ഈ ലക്ഷണങ്ങളുമായി രോഗി വരുമ്പോൾ ഈ പരിശോധന ചെയ്യണം എന്ന് അവർ നിഷ്കർഷിക്കുകയാണ്, തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിലും ഈ ഇൻഫെക്ഷനുകൾ കണ്ടെത്താനിടയാകും. സാർ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഈ അസുഖം വരുന്നത് എന്നുള്ളത്? അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ അമീബ നമുക്ക് ചുറ്റും നൂറുകണക്കിനുള്ള അമീബകൾ, അതിൽ 3-4 മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അമീബകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു, ഇപ്പം അത്യാവശ്യം കേരളത്തിൽ എല്ലാവർക്കും തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത് അറിയാമെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. അമീബയ്ക്ക് തലച്ചോറിലെത്താനുള്ള എളുപ്പ വഴി എന്നുള്ളത് മൂക്കിൻ്റെ ഉള്ളിൽ നിന്നാണ്. മൂക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ദ്വാരമല്ല, മൂക്കിൻ്റെ ഈ 2 നോസ്ട്രൽസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ പുറത്തുള്ള മൂക്കിൻ്റെ ഉള്ളിലായിട്ട് അനേകം അറകളുണ്ട്. അപ്പോൾ ഈ അറകളിലേക്ക് അഴുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോക്കുമ്പോൾ അത് വൃത്തിയുള്ള വെള്ളം പോലെ ഇരിക്കുമെങ്കിലും കാഴ്ചയിൽ വൃത്തിയുണ്ടെങ്കിലും അതിനകത്ത് രോഗാണുക്കൾ, മറ്റ് സൂക്ഷ്മാണുക്കൾ ഉള്ള വെള്ളമാണ് എങ്കിൽ അത് ഈ അറകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ജലത്തിലുള്ള ജീവികൾക്ക് തലച്ചോറിലേക്ക്
നുഴഞ്ഞു കയറാനായിട്ട് ഏതാനും മില്ലിമീറ്റർ ദൂരമേ ഉള്ളൂ. മില്ലിമീറ്റർ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറ് വളരെ സുരക്ഷിതമാണെന്നുള്ളതാണ്. ശരിയാണ്, നമ്മുടെ തലയോട്ടിയെല്ലാം വളരെ സ്ട്രോങ് ആണ്. ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ വന്നാലൊന്നും തലച്ചോറിനകത്തേക്ക് കയറുകയില്ല. പക്ഷേ ഈ മൂക്കിനകത്ത് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്, ഉള്ളിലാണ്, വളരെ ഉള്ളിലാണ്. ആ പോയിന്റിനാണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ നേർത്ത ഒരു അസ്ഥിയാണ്. ഈ അസ്ഥിയാണ് മൂക്കിൻ്റെ അറയെയും തലച്ചോറിൻ്റെ അറയും തമ്മിൽ വേർതിരിക്കുന്നത്. വളരെ വലിയൊരു കോട്ടയ്ക്ക് ചെറിയൊരു വേലി കിട്ടി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ വേലിക്കകത്തുകൂടി അമീബ ഉണ്ടെങ്കിൽ അതിന് നുഴഞ്ഞു കയറാൻ എളുപ്പമാണ്. എല്ലാവർക്കും വരുമെന്നൊന്നുമല്ല, പക്ഷേ അനേകം പേർക്ക് ഇങ്ങനെയുള്ള അഴുക്കുവെള്ളം മൂക്കിനകത്തേക്ക് ഇടയ്ക്കിടെ ചെല്ലുകയാണ്, വലിയ അളവിൽ ചെല്ലുകയാണെങ്കിൽ അതിൽ ചിലർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാം എന്നുള്ളതാണ്. അല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും വരുന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്, എല്ലാ ദിവസവും മുഖം കഴുകുന്നവരാണ്. കേരളത്തിലുള്ള ഒരുപാട് പേർ നീന്തുന്നവരാണ്, കുളത്തിലിറങ്ങുന്നവരാണ്, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നവരാണ്. എല്ലാവർക്കും ഇത് വരുന്നില്ല. ശരിയാണ്, ചിലർക്ക് വരുന്നുണ്ട്. ഇത് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രായം, ജെൻഡർ, ഈ നിലയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഇത് ബാധിക്കാൻ? ഇതിനുള്ള കാരണങ്ങൾ, ഒന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഈ അസ്ഥിക്ക് വളരെ കനക്കുറവും ബലക്കുറവുമാണ് കുഞ്ഞുങ്ങളുടെ കേസിൽ. അതുകൊണ്ട് അമീബയ്ക്ക് ഉള്ളിലേക്ക് ഇതിനെ തുരന്ന് കയറാൻ എളുപ്പമാണ്. അത് ഒരു മാറ്റർ. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടെ ആ ഒരു കുസൃതി കൊണ്ടും മറ്റും അവർ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ, ഒരു മുതിർന്ന ആൾ ഒരു ആറ്റിലിറങ്ങി കുളിക്കുന്നവരല്ല കുഞ്ഞുങ്ങൾ. നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് ചേറ് ചവിട്ടി വെള്ളം കലക്കുക, വെള്ളം തെറിപ്പിക്കുക, മുങ്ങാങ്കുഴി ഇടുക, വെള്ളത്തിനടിയിൽ മുങ്ങി ഏറെ നേരം ഇരിക്കുക, അതിനിടയ്ക്ക് മൂക്കിനകത്തൂടെ വെള്ളം കയറ്റുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ മൂക്കിനകത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങളാണ് കുഞ്ഞുങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. ഈ അമീബ മൂക്കിനുള്ളിലൂടെ കയറിയ ശേഷം പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത് മൂക്കിനുള്ളിലൊരു ലൈനിങ് ഉണ്ട്. ഈ ലൈനിങ്ങിനെ വളരെ എളുപ്പം അത് തുരന്ന് അതിന് ഈ അസ്ഥി കണ്ടുപിടിക്കാനായി കഴിഞ്ഞപ്പോൾ, തലച്ചോറിലെത്തണമെന്ന് അമീബയ്ക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അമീബ ഇങ്ങനെ തുരന്നു പോകുമ്പോൾ തുരക്കുന്ന സ്ഥലം ഈ അസ്ഥി ആണെങ്കിൽ അതിന് ബ്രെയിനിലേക്കാണ് അത് കയറി ചെല്ലുന്നത്. അമീബയുടെ ജോലി എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ഈ ജൈവ അവശിഷ്ടങ്ങളെല്ലാം ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ്. അതിനകത്ത് ബാക്ടീരിയകളെ ഭക്ഷിക്കും, ഫംഗസ് ഭക്ഷിക്കും, ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്ന അഴുകുന്ന എന്തും, അത് ജീവനുള്ള എന്തും അത് ഭക്ഷിക്കും. അപ്പോൾ അതിന് തലച്ചോറെന്നുള്ളത് അതിന് വളരെ എളുപ്പം ഭക്ഷിക്കാനും ഡൈജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തുരന്നു വരുന്ന ആപ്പിളിനകത്ത് പുഴു തുരന്നു പോകുന്ന പോലെ ഇതിന് തുരന്നു പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസിൽ തലച്ചോറിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് രോഗിക്ക് ചിലപ്പോൾ അപസ്മാരം ഉണ്ടായെന്നിരിക്കാം, ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ, അതായത് സ്ഥലകാല ബോധമില്ലായ്മ, പരസ്പര ബോധമില്ലാതെ സംസാരിക്കുക, കൺഫ്യൂഷൻ, ചിലപ്പോൾ പാരാലിസിസ്, അല്ലെങ്കിൽ ചിലപ്പോൾ കോമ സ്റ്റേജിലൊക്കെ വ്യക്തി പോയെന്നിരിക്കാം. അപ്പോൾ കേരളത്തിലെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനാലും ഇതിന് പ്രത്യേക ചികിത്സ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നതിനാലും മരണനിരക്ക് പബ്ലിഷ്ഡ് മരണനിരക്കിനേക്കാളും കുറവാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം പബ്ലിഷ്ഡ് മരണനിരക്ക് ഇതുപോലെ അപൂർവമായിട്ടുള്ള കേസുകൾ ലേറ്റ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് ചികിത്സ വൈകുന്ന കേസുകളാണ് പലപ്പോഴും നമ്മൾ വായിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മരണനിരക്ക് 97% വരെ കൂടുതലാണ്. അധികം 97% വരെ എത്തുന്ന മരണനിരക്കാണ്. പക്ഷേ കേരളത്തിലുള്ള ഈ സമീപകാലത്തെ എക്സ്പീരിയൻസ്, നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളിൽ ആ ഒരു രോഗത്തെ അതിജീവിക്കാനുള്ള ഒരു അവസരം കേരളത്തിലെ രോഗികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഈ അമീബ മൂക്കിലൂടെ പ്രവേശിച്ച ശേഷം ഈ രോഗിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജ്വരം, അതല്ലെങ്കിൽ ഡിസോർഡർ, ഇങ്ങനത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നു, ഇത് എത്ര കാലതാമസം കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്നും രോഗി തനിക്കൊരു എഫക്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന ഏത് ഘട്ടത്തിലാണ്? 14 ദിവസം. ഈ 14 ദിവസത്തിനുള്ളിലാണ് ഈ ലക്ഷണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നു, 10ാം ദിവസം പനി, ഛർദി, തലവേദന കടുത്ത രീതിയിൽ ഉണ്ടാകുന്നു. യെസ്, ആ സിറ്റുവേഷനിൽ അമീബ ഉണ്ടാകണമെന്നൊന്നുമില്ല, പക്ഷേ പരിശോധനകൾ ചെയ്യണം. പരിശോധന ചെയ്യുന്ന 10 പേരിൽ 9 പേർക്ക് ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പനിയും തലവേദനയുള്ള എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കണക്കുകൾ പറഞ്ഞെന്ന് മാത്രം. പക്ഷേ
അങ്ങനെ ഒരു സെറ്റിംഗിൽ ഈ 14 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കുന്ന ഡോക്ടർ വിൽ ഹാവ് എ ഹയർ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ എന്നാണ് പറയുന്നത്. ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഇതാകാം എന്ന് നമ്മുടെ മനസ്സിൽ ശക്തമായൊരു തോന്നൽ ഉണ്ടാകുന്നതിനെയാണ് ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ. സോ ടൈഫോയിഡ് ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടും രോഗലക്ഷണങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫൈൻഡിങ്സും കൂട്ടിച്ചേർത്ത് ഡോക്ടർക്ക് ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷനും. അപ്പോൾ ഡോക്ടർ ടൈഫോയിഡിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ചെയ്യും അല്ലേ. എന്ന് പറയുന്നത് പോലെ ഈ അമീബിക് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ കാണുമ്പോഴുള്ള ലക്ഷണങ്ങളും ഈ വ്യക്തിയുടെ പശ്ചാത്തലവും മറ്റും അന്വേഷിക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക പരിശോധനകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കുളം അതല്ലെങ്കിൽ തടാകം, കായൽ ഇത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാവും. നമ്മൾ നോർമലി ബാത്റൂമിൽ പോയി പൈപ്പ് വഴിയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഇതിനെ ഏത് നിലക്ക് ബാധിക്കും എന്നുള്ളത്? അമീബ എല്ലായിടങ്ങളിലും ഉണ്ട്. ഈ പറയുന്നത് പോലെ ഒരു അഴുക്ക് പിടിച്ച കുളത്തിൽ മാത്രമൊന്നും അല്ല അമീബകളുള്ളത്. എല്ലാ നമ്മുടെ സോയിലുണ്ട്, നമ്മുടെ മണ്ണിലുണ്ട്, ചെളിയിലുണ്ട്, വാട്ടർ ടാങ്കുകളിൽ, അതുപോലെ വാട്ടർ പൈപ്പുകളിൽ, വാട്ടർ ടാപ്പുകളിൽ, വെള്ളം ഒഴുകുന്ന സിങ്കുകളിൽ, ഓടകളിൽ, എല്ലായിടത്തും പലതരത്തിലുള്ള അമീബകളുണ്ട്. അപ്പോൾ ഈ വളരെ അപകടകാരിയായിട്ടുള്ള നീഗ്ലേറിയ എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടാകണമെന്നൊന്നുമില്ല. എങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലക്ക്. അതായത് നമ്മുടെ ഒരു പരിസ്ഥിതിയിൽ ഇതുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമീബകളുണ്ട്, പക്ഷെ നീഗ്ലേറിയ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ ഏക്കാന്തമീബ, ബാൽമ്യൂത്തിയ, സെപ്പീനിയ, വേമമീബ, അങ്ങനെ കുറച്ച് സ്പീഷീസ് കേരളത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ ഈവൻ വെള്ളം ഒഴുകുന്ന പൈപ്പിനുള്ളിൽ പോലും നമുക്കറിയാം, വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പ് നമ്മൾ മുറിച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ വിരൽ കടത്തി കഴിഞ്ഞാൽ അതിനകത്തൊരു വഴുവഴുപ്പുണ്ടാവും അല്ലേ. ഈ വഴുവഴുപ്പിന് ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോഫിലിം. ബയോഫിലിം എന്താണ്? ബയോ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു ലൈനിങ്. അപ്പൊ ജീവനുള്ള ലൈനിങ് എന്നാണ് ഈ ബയോഫിലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബയോഫിലിം ഉണ്ടാകുന്നത് അതിപ്പോ പൈപ്പിനുള്ളിൽ മാത്രമല്ല, നമ്മൾ ടെറസിന്റെ മുകളിൽ നടന്ന തെന്നുകയില്ലേ, അത് ബയോഫിലിമാണ്. യെസ്, ആ വഴുവഴുപ്പ് എന്ന് പറയുന്നത് ഈ അവിടെയുള്ള സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയകൾ, ആൽഗകൾ, വൈറസുകൾ, ഇതുപോലെ അമീബകൾ, അതുപോലെ റിക്കറ്റ്സിയ എന്നൊക്കെ വിളിക്കുന്ന വേറെ ചില ജീവികളൊക്കെ ഉണ്ട്. ഈ എല്ലാ ജീവികളും കൂടെ അവരവർക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരുതരം പാർപ്പിടമാണ് ഈ ബയോഫിലിം. അതിനകത്ത് പലതരത്തിലുള്ള അതൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത, ഇതിനകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിനകത്ത് ജീവിക്കുന്ന പോലെയാണ്. അവർക്ക് ബാഹ്യമായിട്ടുള്ള ഭീഷണിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പെട്ടെന്ന് വെയിലേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ സാധിക്കും, ചത്തുപോവുകയില്ല, അങ്ങനെയുള്ള നശിച്ചു പോവുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഈ ബയോഫിലിം. ഈ ബയോഫിലിം നമ്മുടെ പൈപ്പുകളിലുണ്ട്, നമ്മുടെ സിങ്കുകളിലുണ്ട്, ടാപ്പുകളിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും വരുന്ന വെള്ളത്തിൽ പോലും അമീബയുടെ സാന്നിധ്യം കണ്ടെന്നിരിക്കാം. അപ്പോൾ ആ വെള്ളം കുടിച്ചാലൊന്നും പറ്റുകയില്ല നമുക്ക്. കാരണം ഈ വായ വഴി ഈ വെള്ളം എത്രയൊക്കെ കുടിച്ചാലും അമീബിക് ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അഴുക്ക് വെള്ളമാണെങ്കിൽ ചിലപ്പോൾ ടൈഫോയിഡോ ബ്രെയിനിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഗുരുതരമായ പ്രശ്നമാവും. യെസ്. ഈ അമീബ മറ്റ് രോഗങ്ങളൊന്നും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നില്ല. ഇനി കണ്ണിന് ഒരുതരം പ്രത്യേകം അസുഖം ഉണ്ടാകുന്നുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കെരറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. പക്ഷെ ഈ ബ്രെയിനിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം മൂക്ക് വഴി കയറുന്നു എന്നുള്ളതാണ്. ഈ മലിനജലം കയറുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ മൂക്കെന്നുള്ളത് ശ്വസിക്കാനുള്ള അവയവമാണ്. ഇറ്റ് ഇസ് ഡിസൈൻ ഫോർ ബ്രീതിങ്. അത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു അവയവമാണ്. അത് എയർ പാസേജിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഒരു കോൺഡ്യൂയിറ്റ് ആണ് ഈ മൂക്ക്. വെള്ളത്തിനുള്ള കോൺഡ്യൂയിറ്റ് അല്ല. വെള്ളത്തിനുള്ള കോൺഡ്യൂയിറ്റ് ആണ് താഴെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി എടുക്കുന്നതിന് പകരം ഈ മൂക്കിനകത്തേക്ക് അമിതമായ രീതിയിൽ വെള്ളം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റലായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ വെള്ളം ഉള്ളിൽ വലിച്ചു കയറ്റുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. ഇത് ബാധിക്കുന്ന സമയത്ത് മരണമാണ് ആകെ സംഭവിക്കാനുള്ള സാധ്യത എന്ന രൂപത്തിലാണ് ഇപ്പം നടക്കുന്ന പ്രചാരണം. അതിനോടൊപ്പം തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഈ അസുഖം ബാധിച്ചൊരു 14-13 ദിവസം കൊണ്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഭീതി കൂടി ഉണ്ടല്ലോ. അപ്പൊ മരണം എന്നൊരു സൊല്യൂഷൻ മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് പേടിക്കേണ്ട രോഗം തന്നെയാണ്. പബ്ലിഷ് ലിറ്ററേച്ചർ സേസ് ഇറ്റ്സ് 97% ഫേറ്റൽ. ഈവൻ നിപ്പയ്ക്ക് പോലും ഇത്രയും ഹൈ മോർട്ടാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലേറ്റ് ഡയഗ്നോസിസ് കൊണ്ടായിരിക്കാം അത്രയും ഹൈ മോർട്ടാലിറ്റി ഉണ്ടായത്. പിന്നെ
സപ്പോസ് ഒരാൾ രക്ഷപ്പെട്ടാൽ പോലും തലച്ചോറിന് പല രീതിയിലുള്ള ഡാമേജോട് കൂടിയാണ് ഈ വ്യക്തി രക്ഷപ്പെടുന്നത് എന്ന് നമ്മൾ മറക്കരുത്. തലച്ചോറ് എന്നുള്ളത് വളരെ വലിയൊരു അവയവമാണ്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാൽ പോലും ഒന്നും അറിയുക പോലും ഇല്ല. അതുകൊണ്ട് തലച്ചോറിൽ ഏത് ഭാഗത്താണ് ഈ അമീബ ക്ഷതമുണ്ടാക്കിയത്, തുരന്നു കയറിയത്, അല്ലെങ്കിൽ പഴുപ്പുണ്ടാക്കിയത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം. നമുക്ക് ലഭ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എന്താണുള്ളത്? എല്ലാ പബ്ലിക്കേഷനും വായിച്ചു കഴിഞ്ഞാൽ, അതായത് ലോകത്തുള്ള ഈ അമീബയെ പറ്റിയുള്ള എല്ലാ പ്രബന്ധങ്ങളും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒറ്റ വാക്കിൽ പറയാം: മൂക്കിനകത്തേക്ക് വെള്ളം കയറ്റാതിരിക്കുക. സിംഗിൾ ലൈനാണ്. പണ്ട് ഒരു രാജാവിൻ്റെ കഥയുണ്ട്. രാജാവിനെ തൻ്റെ രാജ്യം മുഴുവനും പച്ച പെയിൻ്റ് അടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് സാധ്യമല്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാനൊരു ട്രിക്ക് കാണിച്ചിരുന്നു. മന്ത്രി വിദ്യ കാണിച്ചിരുന്നു. മന്ത്രി രാജാവിന് ഒരു പച്ച കണ്ണാടി കൊടുത്തു. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ എല്ലാം പച്ചയാണ്. ഈസി സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് പരിസ്ഥിതിയിൽ നിന്നും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഉള്ളിലേക്ക് കയറുന്നത് ബോധപൂർവം നമുക്ക് ഉള്ളിലോട്ട് കയറ്റാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നീന്തുകയാണെങ്കിൽ മൂക്കിനകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിലുള്ള നീന്തൽ പരിശീലിക്കുക. കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കുക. ഇനി അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരോട് പറയുക, ഇനി നീ അവിടെ കുളിക്കാൻ പോകണ്ട, നിന്റെ നീന്തൽ ഞാൻ കണ്ടു, അത് സേഫ് അല്ല എന്ന് രക്ഷിതാക്കൾ തന്നെ പറയാം. അപ്പം അങ്ങനെ നമ്മുടെ മൂക്കിനകത്തേക്ക് വെള്ളം അമിതമായ അളവിൽ കയറുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്. പരിസ്ഥിതി വൃത്തിയാക്കുന്നതെല്ലാം നല്ല കാര്യമാണ്. കാരണം നമുക്ക് ജലത്തിലൂടെ പലതരം രോഗാണുക്കൾ വരുന്നുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എത്രയോ പേഷ്യൻസ് ആണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായി, പലരും മരണപ്പെടുക പോലും ഉണ്ടായി, അല്ലേ? ഇതൊക്കെ മലിനജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ കുടിവെള്ളവും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അതൊരു പക്ഷം. പക്ഷേ ചോദ്യം ഇതാണ്: അമീബിക് മസ്തിഷ്ക ജ്വരം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്പർ 1, 2 and 3 ഇതാണ്: മൂക്കിനകത്തേക്ക് വെള്ളം ബോധപൂർവം കയറ്റരുത്. വല്ലപ്പോഴും അബദ്ധത്തിൽ അല്പം കയറിയതുകൊണ്ട് പാനിക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ കയറിയ അനേകം പേരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ യെസ്, ചിലർക്ക് അത് അങ്ങനെ ഒരു അപകടം വന്നിരിക്കാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആശുപത്രിയിലെത്തി സർക്കാരിന്റെ അല്ലെങ്കിൽ ആശുപത്രിയുടെ സംവിധാനത്തിൽ നിരീക്ഷണത്തിൽ ആക്കിയ ശേഷം ഈ രോഗിയിൽ പിന്നീട് ഏതെല്ലാം രീതിയിലുള്ള ചികിത്സാ രീതികളാണ് പ്രയോഗിക്കുന്നത്? ഏതെങ്കിലും നിലക്ക് ഈ കയറിയ അമീബയെ തുരത്താനുള്ള സംവിധാനങ്ങളുണ്ടോ? ഇല്ല. ഈ അമീബ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെ തുരത്താൻ നമുക്ക് സാധിക്കില്ല. അമീബയെ നശിപ്പിക്കാൻ ഉതകുന്ന മരുന്നുകൾ കൊടുക്കാമെന്നുള്ളതല്ലാതെ ആ ചികിത്സയുടെ സമയത്ത്, അല്ലാതെ നമുക്ക് അതിനെ വലിച്ചെടുക്കുകയോ അതിനെ നിർവീര്യമാക്കാനുള്ള എന്തെങ്കിലും ആന്റിബോഡി കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് ചികിത്സകളില്ല. പക്ഷെ അമീബയ്ക്കെതിരെയുള്ള മരുന്നുകൾ നമുക്കറിയാം. പലതരത്തിലുള്ള അമീബിക് ഇൻഫെക്ഷൻസ് നമ്മൾ പണ്ട് മുതലേ അറിയാവുന്നതല്ലേ. അപ്പോൾ അതിനെതിരെയുള്ള ചികിത്സകളുണ്ട്. അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സപ്പോർട്ടീവ് കെയർ. ഇപ്പോൾ ഈ വ്യക്തികൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതിന് സമാനമായിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അത്ഭുതകരമായിട്ട് തന്നെ ഒരു രോഗിയെ അവർ രക്ഷപ്പെടുത്തുകയുണ്ടായി. അതായത് ഈ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള 2 ഇൻഫെക്ഷൻസ് തലച്ചോറിൽ ഒരേ സമയം ബാധിച്ച ഒരു കുട്ടിയെ അവർ ചികിത്സിച്ച്, ഇൻക്ലൂഡിങ് ന്യൂറോ സർജറി ചെയ്ത് ചികിത്സിച്ച് നല്ല കണ്ടീഷനിൽ അവർ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും സപ്പോർട്ടീവ് കെയർ വളരെ നല്ലതായിരിക്കണം. മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ രോഗിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ, സീക്വലി എന്ന് പറയും, അതായത് തലച്ചോറിൻ്റെ ക്ഷതം കൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താനായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനമുള്ള ചികിത്സകളും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഏതെങ്കിലും നിലക്കൊരു പ്രാഥമിക സൂചന എന്ന നിലയ്ക്ക് ഇത്തരം അസ്വസ്ഥതകൾ തോന്നി തുടങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും വേഗം ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്ന ഒരു പ്രൈമറി സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് ഒരാൾ എന്ത് ഫീല് വന്നാലാണ് ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടത് ഈ ഒരു ആശങ്കയ്ക്ക് എന്നുള്ളത്? ഈ 3 സിംറ്റംസ് ഓർക്കുക: പനി, തലവേദന, ഛർദി. ഇത് 3 ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണമെന്നുള്ളത് നിർബന്ധമാണ്. 100%. അതിൽ ഒരു ഒഴിവും പാടില്ല. ഇനി രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടറുടെ പരിശോധനയിൽ ഡോക്ടറുടെ നിഗമനം എന്താണെന്ന് ഡോക്ടർക്ക് മാത്രം പരിശോധനയിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് ഈ 3 ലക്ഷണങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ഡോണ്ട് വെയിറ്റ്. വരട്ടെ, നോക്കാം, നാളെ എന്തെങ്കിലും പാരസറ്റമോൾ കഴിച്ചു നോക്കാം, എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ ആയിരിക്കും. അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി വെച്ചതിന് ശേഷം ഈ 3 ലക്ഷണങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേ രോഗിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സി എ ഡോക്ടർ.
ആ ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ പാനിക്കിന്റെ ആവശ്യമില്ല. നമ്മൾ ഓർക്കേണ്ടത് ഓരോ ദിവസവും കോടിക്കണക്കിന് ആൾക്കാരാണ് വെള്ളവുമായിട്ട് ഇടപെടുന്നത്. അതിൽ വിരലിൽ എണ്ണാവുന്ന വ്യക്തികൾക്കാണ് ഇത് വരുന്നത്. പക്ഷെ നമ്മളത് വാർത്തകളിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് അടുത്തവണ മുഖം കഴിയുമ്പോൾ പോലും നമുക്കൊരു തോന്നുന്നു, എനിക്ക് ഈ അമീബ വരുമോ, അന്തരീക്ഷത്തിലൂടെയൊക്കെ വരുമോ എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങളൊക്കെ കണ്ടു. അങ്ങനെയൊന്നും അല്ല ഈ അമീബ പകരുന്നത്. അമീബ പകരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മൂക്കിനകത്തേക്ക് മലിനജലം കയറുമ്പോൾ ഈ അറകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അനേകം രോഗാണുക്കളുണ്ട്. അതിൽ യാദൃച്ഛികമായിട്ട് ഈ രോഗാണു ആയിട്ടുള്ള ഈ പ്രത്യേക തരം അമീബ ഉണ്ടെങ്കിൽ ആ അമീബ തുരക്കുന്ന ഇടം ആ എല്ലിന്റെ അസ്ഥിയുടെ കൃത്യസ്ഥാനത്താണെങ്കിൽ ആ അസ്ഥി തുരക്കാൻ അതിന് കഴിയുകയാണെങ്കിൽ യെസ്, ആ വ്യക്തിക്ക് അമീബിക് ജ്വരം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൂക്കിൽ വെള്ളം കയറുന്ന വ്യക്തികളിൽ തന്നെ ഏതാനും പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുള്ളൂ. സമീപ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് പകർച്ചവ്യാധി പോലെ ആളുകൾ ഇതിനെ സമീപിക്കുന്നത്. ഇത് ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടെ ഇത് പകരാൻ സാധ്യത വലിയൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അതിൽ യാതൊരു കഴമ്പുമില്ല. ഇതൊരു പകർച്ചവ്യാധിയല്ല. ഇത് നമ്മുടെ പരിസ്ഥിതിയിലുള്ള ഒരു സാധാരണ കാണപ്പെടുന്ന ഒരു ജീവി നമ്മുടെ ഉള്ളിലേക്ക് അകപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആക്സിഡന്റ് ആണ്. ഒരു ആക്സിഡന്റ് എന്നുള്ള രീതിയിൽ വേണം അതിനെ കാണാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കുറെ പേർക്ക് ഫ്ലൂ പിടിപെടുന്നു, അല്ലെങ്കിൽ കുറെ പേർക്ക് കോളറ ഉണ്ടാകും. അതൊക്കെ ഔട്ട് ബ്രേക്കുകളാണ്. അതൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ വേഗം അത് സ്പ്രെഡ് ചെയ്തു പോകും. കോവിഡ് നമുക്കറിയാം, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ രോഗിയെ പരിചരിച്ചാലും ഒന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും പരിചരിക്കുന്നവർക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാവുകയില്ല. ഓഫ് കോഴ്സ് ഈ കുടുംബാംഗങ്ങളിൽ ഇതേ എക്സ്പോഷർ ഉള്ളവരാണെങ്കിൽ, അതായത് നിരന്തരം ഈ ആറ്റിലോ കുളത്തിലോ സമാനമായ കാരണത്തിന്റെ ഭാഗമായ യെസ് അതുപോലെയുള്ള എക്സ്പോഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു നിരീക്ഷണമെങ്കിലും വേണ്ടി വന്നേക്കാം. അല്ലാതെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് ബാധിക്കുന്ന രോഗിക്ക് ഈ മരണം സംഭവിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് പ്രായോഗികമായി സംഭവിക്കുന്നത്? ഒരു മെഡിക്കൽ ടൈം എന്ന് പറയാമോ? മരണം സംഭവിക്കുന്നത് ഇപ്പോൾ മസ്തിഷ്കത്തിൽ ഒരു അണുബാധ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, മസ്തിഷ്കമാണ് ജീവന്റെ ഉറവിടം. മസ്തിഷ്കത്തിന് ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോളിഫ്ലവറിന്റെ ഞെട്ട് നമുക്ക് കണ്ടിട്ടില്ലേ, അതിനാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൽ വളരെയധികം പ്രഷറും മറ്റും ഉണ്ടാവുകയാണ്. ഈ ഫ്ലൂയിഡിനകത്തൊക്കെ പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ, പ്രഷർ കൂടിയതിന് ശേഷം ഈ തലച്ചോറ് വികസിച്ച് ഈ ബ്രെയിൻ സ്റ്റെമിൽ ഡാമേജ് ഉണ്ടാവുകയും ചുരുങ്ങിപ്പോവുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മസ്തിഷ്കം വ്യാപകമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ക്രമേണ അത് മരണത്തിലേക്ക് നയിച്ചെന്നിരിക്കാം. പിന്നെ രോഗിക്ക് മറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും, ഇപ്പം ശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ അതേസമയം തലച്ചോറിനുള്ളിൽ കയറും. നമ്മളൊന്ന് ഓർക്കേണ്ടത്, അമീബ എന്നുള്ളത് മറ്റു ജീവികളെ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഈ അമീബയ്ക്കുള്ളിലും മറ്റു ജീവികളുണ്ടല്ലോ. അപ്പോൾ അമീബ ഇങ്ങനെ തുരന്ന് തലച്ചോറിൽ കയറുമ്പോൾ ഒരു ലോറിക്കകത്ത് അനവധി പേർ യാത്ര ചെയ്യുന്നത് പോലെ ഈ അമീബയ്ക്കുള്ളിലും മറ്റു രോഗാണുക്കളും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തലച്ചോറിനകത്തേക്ക് ഒരു ഫ്രീ റൈഡ് കിട്ടുകയാണ്. ഇനി ഇത് എത്രത്തോളം അതൊരു സെക്കൻഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡയഗ്നോസ് ചെയ്ത് ട്രിവാൻഡ്രത്ത് ചികിത്സിച്ച ആ രോഗിയുടെ കേസിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ ഈ 2 രോഗാണുക്കളും തലച്ചോറിൽ കയറിയിട്ടുണ്ട്. കയറാനുള്ള മാർഗം മിക്കവാറും അമീബ തന്നെയായിരിക്കും. അമീബയോടൊപ്പം ഈ ഫംഗസും കയറിയിട്ടുള്ളതാകാനാണ് സാധ്യത. ഇത് എൻ്റെ അനുമാനം മാത്രമാണ്. ഞാൻ ആ കേസ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം അമീബയും ഫംഗസും കണ്ടെത്താനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമീബയോടൊപ്പം, അമീബ ഡോർ തുറന്ന് കയറിയപ്പോൾ ഫംഗസും കൂടെ കയറി എന്നുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് അതിനെ ടെക്നിക്കലി ട്രോജൻ ഹോഴ്സ് ഫിനോമിനൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വലിയ രോഗാണുവിൻ്റെ ഉള്ളിൽ ഒളിച്ച് മറ്റു രോഗാണുക്കളും കയറുന്ന അവസ്ഥ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആവർത്തിച്ച് പറയുകയാണ്, ഇത് വളരെ റെയറാണ്. നമ്മളെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത 0 ആയിട്ട് കുറയ്ക്കാൻ. കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ട ഒരു വിഷയങ്ങൾ. നമ്മൾ സമീപകാലത്ത് ഇതിന്റെ ടെസ്റ്റുകൾ സജീവമായതിനാൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. കോവിഡിന്റെ സമയത്തൊക്കെ സമാനമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരം അസുഖം ബാധിച്ച് മരണപ്പെട്ട ആളുകളൊക്കെ മെഡിക്കൽ സംവിധാനത്തിലൊക്കെ എന്ത് തരം അസുഖമായിരിക്കാം കണക്കാക്കിയിരുന്നത് എന്നുള്ളത്? എൻകെഫലൈറ്റിസ്, ബ്രെയിൻ ഇൻഫെക്ഷൻ. അത് വളരെ കോമൺ ഡയഗ്നോസിസ്. അതിന്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എൻകെഫലൈറ്റിസ് ഉള്ള എല്ലാ രോഗികളുടെയും കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 70% കേസിലും ഏത് രോഗാണുവാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. പക്ഷെ മരണം സംഭവിക്കുന്നുള്ളൂ. അതെ,
അത് കാരണം ഇത് 100-ലധികം രോഗാണുക്കളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ വിശദമായിട്ട് പറഞ്ഞത്. ഈ ഓരോ രോഗാണുവിനും വേണ്ടിയും ഓരോ രോഗിയെയും പരിശോധിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ചികിത്സയിൽ വലിയ മാറ്റമില്ലെങ്കിൽ ഡോക്ടർമാർ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ടെസ്റ്റിംഗ് ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നില്ല, ചിലപ്പോൾ അവിടെ ലഭ്യമാകണമെന്നില്ല, ചിലപ്പോൾ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ചികിത്സ എന്ന് പറയുന്നത് അങ്ങനെയാണ്, രോഗിയെ ഡയഗ്നോസ് ചെയ്യുക, ചികിത്സിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ കോവിഡിൽ വ്യത്യാസം, കോവിഡ് ഒരു പുതിയ രോഗമാണ്. കോവിഡ് ഇതുവരെ ഇല്ലാതിരുന്ന ഭൂലോകത്ത് തന്നെ ഇല്ലാതിരുന്ന പെട്ടെന്നുണ്ടായി വന്ന് ഭൂലോകം മൊത്തം കവർ ചെയ്ത് കളഞ്ഞു ഇൻ റെക്കോർഡ് ടൈം. ഒമൈക്രോൺ വന്ന് വേൾഡ് എൻറ്റയർ ഭൂഗോളം കവർ ചെയ്യാൻ 6 ആഴ്ചയാണ് സമയമെടുത്തത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എൻറ്റയർ വേൾഡ് പ്ലാനറ്റ് അത് കവർ ചെയ്യാനായിട്ട് 1.5 മാസം കൊണ്ട് കവർ ചെയ്തു. പക്ഷെ അമീബ അങ്ങനല്ല. അമീബ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും അബദ്ധത്തിൽ ഉള്ളിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്.